ഹായ് ഫ്രണ്ട്സ്, ഡൊമിനിയോ ദീപക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ശിഖയും ഇപ്പോൾ ഹയാത്ത് റീജൻസിയിലാണ്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഹയാത്ത് റീജൻസി. ഞങ്ങൾ ഇതിനു മുന്നേ ഹയാത്ത് റീജൻസിയുടെ 3-4 വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഹയാത്തിലെ ലഞ്ച് ബുഫേ ആണ്. ഇവിടെ എല്ലാ ദിവസവും ബുഫേ ഇല്ല, സാറ്റർഡേയ്സിൽ മാത്രമാണ് ബുഫേ ഉള്ളത്. അപ്പോൾ ആ ലഞ്ച് ബുഫേയുടെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നേക്കുന്നത്. നമുക്ക് ഈ ഹയാത്ത് ഹോട്ടലിൻ്റെ ഇവിടുത്തെ ആ ഒരു ബുഫേ സ്പ്രെഡും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും കഴിച്ച് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എല്ലാ ഐറ്റംസും കാണിച്ചു തരാം. എന്നിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഹയാത്തിൻ്റെ കാഴ്ചയിലോട്ടൊന്ന് പോയി നോക്കിയാലോ. ലുലു ഗ്രൂപ്പ് കേരളത്തിൽ ഓപ്പൺ ചെയ്ത 3ാമത്തെ ഹോട്ടലാണ് ഈ ഹയാത്ത് റീജൻസി. ഇതൊരു 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ട്രിവാൻഡ്രത്തെ തൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച്, ഈ ഹോട്ടലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ കുറച്ച് നാൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇന്നിപ്പം ഞാനൊരു ഫുഡ് വ്ളോഗാണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ മാത്രമേ, ഈ ലോബി അതുപോലെയുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് 2 റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒന്ന് ഓറിയൻ്റൽ കിച്ചൺ, പിന്നെ ഉള്ളത് മലബാർ കഫേ. അപ്പോൾ ഇവരുടെ ബുഫേ സ്പ്രെഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത് മലബാർ കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പം നമുക്ക് നേരെ മലബാർ കഫേയിലോട്ട് കയറാം. എന്നിട്ട് അവിടുത്തെ ബുഫേ സ്പ്രെഡ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. സ്പ്രെഡെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അധികം തിരക്കൊന്നും ആയിട്ടില്ല ഹോട്ടലിൽ. അപ്പം നമുക്ക് നല്ല തിരക്കാവുന്നതിന് മുന്നേ ആദ്യം ആ സ്പ്രെഡ് എന്തൊക്കെയാണ് ഇവർ വെച്ചേക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ബുഫേ സ്പ്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ടൈപ്പ് മോക്ടെയിലോട് കൂടിയാണ്. ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തന്നെയാണ് ശരിക്കും ഈ മോക്ടെയിൽസ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. ഇവരുടെ ഈ ഹയാത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ആ ബുഫേ സ്പ്രെഡ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ കുറേ ടൈപ്പ് ഓഫ് സാലഡ്സ്, അതുപോലെ സ്പ്രൗട്ട്സ്, പിന്നെ പിക്കിൾഡ് വെജിറ്റബിൾസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആദ്യം ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഓരോ ഡിഷസ് എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, കാര്യം ഇവിടെ എല്ലാം ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നിച്ച് നടന്നിട്ട് ആദ്യം ഈ സ്പ്രെഡ് കംപ്ലീറ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഞാനൊന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. സാലഡ്സ് തന്നെ കണ്ടോ, എന്തെല്ലാം ടൈപ്പ് സാലഡ്സാണ് ഇവിടെ വെച്ചേക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ മാരിനേറ്റ് ചെയ്ത പ്രോൺസ്, അതുപോലെ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതനുസരിച്ച് നല്ല ചൂടായിട്ട് അവർ തവ ഫ്രൈ ചെയ്ത് തരും. ഈ സൂപ്പിൻ്റെ പേര് കണ്ടോ, കോഴി മല്ലി രസം. അത് നമുക്ക് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈ ഡിഷസ് ആദ്യം ഒന്ന് കണ്ടു തീർക്കാം. ഇവിടെ ബീഫ്, അതുപോലെ ചിക്കൻ ടിക്കയാണ്, പിന്നെ അതുപോലെ ഇത് ബീഫിൻ്റെ തന്നെ എന്തോ ഒരു റോളാണ്, ചിക്കൻ വിങ്സ്, എല്ലാം ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇരിക്കുന്നത്. ഇവിടെ നോൺ വെജ് മാത്രമല്ല, അവർ വെജിറ്റേറിയൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെയാണ് ഇവിടെ ഐറ്റംസ് ഒക്കെ വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർട്ടേഴ്സ് കഴിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമ്മളുടെ വയറ് നിറയും. അതിനു വേണ്ടി സ്റ്റാർട്ടേഴ്സ് ഇവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മധുരക്കിഴങ്ങ് വരെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇത് ഇവരുടെ ഒരു ലൈവ് കൗണ്ടറും കൂടെയാണ് കേട്ടോ. നമുക്കുള്ള റോട്ടി, അപ്പം ഒക്കെ ഇവർ ഇവിടെ റെഡിയാക്കി തരും. പിന്നെ നമ്മളുടെ ഫിഷ്, തവ ഫിഷ് എല്ലാം ഇവിടെയാണ് ചെയ്യുന്നത്. ഇവർ 2 പേരും ഇവിടുത്തെ മെയിനായിട്ടുള്ള 2 ഷെഫാണ്, ഷെഫ് അനിൽ, അതുപോലെ ഷെഫ് ശ്യാമ. ശരിക്കും പറഞ്ഞാൽ എന്ത് കോർഡിയലായിട്ടാണെന്നറിയാം അവർ നമ്മളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത്. കുറച്ച് നേരം ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്ന്, ഇവർ ശരിക്കും പറഞ്ഞാൽ ഓരോ ബുഫേ സ്പ്രെഡ് ചെയ്യുമ്പോഴും എല്ലാ ആൾക്കാരെയും കേറ്റർ ചെയ്യുന്ന രീതിയിൽ വളരെ കെയർഫുള്ളായിട്ടാണ് അവർ ഡിഷസ് എല്ലാം സെറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്പ്രെഡ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവിടെ മുതൽ അവരുടെ മെയിൻ കോഴ്സ് ഐറ്റംസ് ആണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. വെജ് മാത്രമല്ല കേട്ടോ, ഒരു സൈഡിൽ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ഐറ്റംസ് ഉണ്ട്, മറ്റേ സൈഡിലോട്ട് കംപ്ലീറ്റ് നോൺ വെജ്. അപ്പോൾ ഇവിടെ എല്ലാം വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ അച്ചിങ്ങ തോരൻ വരെ അവൈലബിൾ ആണ്. അപ്പം ചോറും അച്ചിങ്ങ തോരനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ബുഫേ സ്പ്രെഡിൻ്റെ ആ ഒരു വേരിയേഷൻ വരുന്നത് കണ്ടോ, എന്തെല്ലാം വേരിയേഷനിലുള്ള ഐറ്റംസ് ആണെന്ന് നോക്കിയേ.
തലശ്ശേരി മട്ടൺ ബിരിയാണി ഇവിടെ അവൈലബിൾ ആണ്. ബിരിയാണി നമുക്ക് ഉറപ്പായിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ദൈവമേ, മീൻ മാങ്ങാക്കറി വരെയുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ടെംപ്റ്റിംഗ് ആണ്. കോഴി കാന്താരി ചോപ്സ്, അതൊരു വെറൈറ്റി ഐറ്റം ആയിരിക്കും. അതും നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം. ഈ ഒരു സ്പ്രെഡിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ കുറേ പിക്കിൾഡ് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അതെല്ലാം വെറുതെ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന ഐറ്റംസ് മാത്രമാണ്. ഇനി ഇവരുടെ ആ ഒരു പേസ്ട്രി സെക്ഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം കുറേ കട്ട് ഫ്രൂട്ട്സ് ആണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ മുതൽ അങ്ങോട്ട് ഇനി കംപ്ലീറ്റ് ഒരു ഡെസേർട്ടിൻ്റെ പെരുമഴ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡെസേർട്ട് മാത്രം കഴിക്കാൻ വന്നു കഴിഞ്ഞാലും നമുക്കത് ആ രീതിയിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ഓപ്ഷൻസ് ആണ്. ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് കൂടാതെ കോണ്ടിനെൻ്റൽ ഐറ്റംസും ഒരുപാടുണ്ട്. എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ടെംപ്റ്റ് ചെയ്യിപ്പിക്കുകയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ ഐറ്റംസും ഇരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് കഴിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായി പോകും നമ്മൾ. ആ രീതിയിലുള്ള ആ ഒരു സ്പ്രെഡ് ഉണ്ട്. ഡെസേർട്ടിൻ്റെ സ്പ്രെഡ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഹയാത്തിലെ ട്രിവാൻഡ്രം ഹയാത്തിലെ ആ ഒരു ഡെസേർട്ടിൻ്റെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കണ്ണു തള്ളിപ്പോവും. ഇത്രയും ആ ഒരു പേസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബുഫേ സ്പ്രെഡ് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വേറെ കണ്ടിട്ടില്ല കേട്ടോ. നോക്കി, ഇപ്പം നമ്മൾ ഏത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായില്ലേ. ആ രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. ഞാൻ എന്ത് തന്നെ ആണെങ്കിലും ഇന്ന് ഈ ഒരു പേസ്ട്രി കഴിക്കാനായിട്ടുള്ള ഒരു മൂഡിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ മറ്റ് ഫുഡിൻ്റെ ആ ഒരു സ്പ്രെഡ് കണ്ടു കഴിയുമ്പോൾ എന്തൊക്കെ കഴിക്കും എന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനായി കഴിഞ്ഞു. ഇവിടെ പരിപ്പ് പ്രഥമൻ വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഹയാത്തിൻ്റെ ഇന്നത്തെ ലഞ്ച് ബുഫേ. അപ്പോൾ ഈ ഒരു ലഞ്ച് ബുഫേക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് 1600 പ്ലസ് GST ആണ്. ആദ്യം ഏതാണെങ്കിലും ഞാനൊരു മോക്ടെയിൽ കുടിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു കോഴി മല്ലി രസം എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പ് കണ്ടല്ലോ. ആ പേര് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഐറ്റം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഈ കോഴി മല്ലി രസത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതൊരു രസത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയില്ലേ. അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് ഇവിടെ കണ്ട കുറച്ച് സ്റ്റാർട്ടേഴ്സ് അസോർട്ടഡ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, പിന്നെ കുറച്ച് സാലഡ്സും എല്ലാം കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത്. അപ്പം ഇത്രയും കഴിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുള്ളി സ്റ്റഫ്ഡ് ആവും. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ഐറ്റംസും കൂടെ എന്താണെങ്കിലും ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഡെസേർട്ട്സ് എന്തായാലും ട്രൈ ഔട്ട് ചെയ്യണമല്ലോ. അപ്പം ആ കോഴിമല്ലി രസം എന്ന പേരുള്ള ആ സൂപ്പ് ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്യുകയാണ്. കൊള്ളാം. ചിക്കനൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് ഷ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നല്ല സ്പൈസിയാണ്, കുരുമുളകൊക്കെ ഉണ്ട്. ക്ലാസ് ഐറ്റമാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പം ഞാനിനി സ്റ്റാർട്ടേഴ്സ് ഓരോന്നായിട്ട് ട്രൈ ഔട്ട് ചെയ്യട്ടെ. അപ്പം ഇത് ഞാൻ അവിടെ കണ്ട ഒരു ബീഫിൻ്റെ ഒരു റോളാണ്, സ്റ്റഫ്ഡ് ആണ്. ഇതൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെ ഓവർ സ്പൈസി ഒന്നുമല്ല. ഇനി ഞാൻ ഇവരുടെ ബീഫ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കട്ടെ. ബീഫ് എന്നും നമ്മളുടെ ഫേവററ്റ് ആണല്ലോ. പെപ്പറാണ്, പെപ്പറിലിട്ട് വഴറ്റിയെടുത്തേക്കുവാണ്. ഈ സ്റ്റാർട്ടേഴ്സ് ഇങ്ങനെ കഴിക്കുമ്പോഴേ, എസ്പെഷ്യലി മീറ്റൊക്കെ കഴിക്കുമ്പം അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കുറച്ച് സാലഡ്സ് കൂടെ കഴിച്ചാൽ വളരെ നന്നായിരിക്കും. പാകിസ്ഥാനി ഡിഷായ ഒരു ലഹോർ സ്റ്റൈൽ ചിക്കൻ കബാബ് ഇവിടെ കണ്ടിട്ട് അത്ര സ്പൈസി ആയിട്ട് തോന്നിക്കുന്നില്ല. ഇത് നമ്മൾ ഇവിടെ കഴിക്കുന്ന ആ ഒരു കബാബിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ട് ഇതിന്. ഈ പ്രോൺസ് പോലെ എനിക്ക് എന്നും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് നെത്തോലി ഫ്രൈ. മൊരുമരാന്നിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ കുറേ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും. നല്ല ക്രിസ്പി ഫ്രൈഡ് ആയിട്ടുള്ള ആ ഒരു നെത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്നൊക്കെ പറയുമല്ലോ, അത് നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാ ഡിഷസും സൂപ്പറാണ് കേട്ടോ. നല്ല ചിൽഡായിട്ടുള്ള മിൻറ്റ് ലൈമാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ വിങ്സ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. വിങ്സ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നോർമലി നമ്മൾ കഴിക്കുന്ന പോലെ ഓവർ സ്പൈസി അല്ലെങ്കിൽ ഓവർ മസാലയൊന്നുമില്ല. ഇതൊരു നല്ല ജ്യൂസി ടൈപ്പായിട്ടാണ് ഇവരിത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. കൊള്ളാം കേട്ടോ ഈ ഐറ്റവും.
ശരിക്കും പറഞ്ഞാലേ ഓരോ ഐറ്റം കഴിക്കുമ്പം എനിക്ക് ആ ഐറ്റമാണ് ഏറ്റവും ടേസ്റ്റി എന്ന് തോന്നും. ഞാനിപ്പം വെജും അതുപോലെ നോൺ വെജുമായിട്ടുള്ള കുറേ സ്റ്റാർട്ടേഴ്സ് ഞാനിവിടെ ട്രൈ ഔട്ട് ചെയ്തു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഒരു മോശമായിട്ട് എനിക്ക് പറയാനായിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ആ പ്രോൺസും അതുപോലെ ഫിഷും, ഹമൂർ ഫിഷാണ്, അത് ഒന്ന് തവ ഫ്രൈ ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു. അവരിതേ നല്ല അടിപൊളിയായിട്ട് അതിവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്റ്റീമിങ് ഹോട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ആ പ്രോൺസ് ഒന്ന് നോക്കട്ടെ. ഇതേ കല്ലിൽ ചുട്ടെടുത്ത പ്രോൺസാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗംഭീര ഐറ്റം കേട്ടോ. അതിന് ചെറിയ എരിവ്, കുറച്ച് ആ പ്രോൺസിൻ്റേതായിട്ടുള്ള ആ ഒരു സ്വീറ്റ്നെസ്, പിന്നെ കുറച്ച് ലൈമൊക്കെയാണെന്ന് തോന്നുന്നു ചേർത്തേക്കുന്നത്. അതിൻ്റെയൊക്കെ ആ ഒരു ചെറിയൊരു പുളിപ്പ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. തവ ഫ്രൈ ചെയ്തേക്കുന്ന ഈ ഹമൂർ ഫിഷും കൂടെ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. കണ്ടിട്ട് ഓവർ സ്പൈസി ആണോ എന്നൊരു ഡൗട്ട്. നിറയെ മസാലയൊക്കെ ഉണ്ട്. എരിവ് കുറവാണ്, ലെസ് സ്പൈസി. തവ ഫ്രൈ ആയതുകൊണ്ട് തന്നെ അതങ്ങ് ഡ്രൈ ഫ്രൈ ആയിട്ടില്ല, കുറച്ച് ജ്യൂസി ടൈപ്പാണ്. വെള്ളയപ്പം, കാന്താരി ചിക്കൻ, മീൻ മാങ്ങാക്കറി. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടേഴ്സ് ഞാൻ അങ്ങോട്ട് കഴിച്ച് തീർന്നപ്പോൾ തന്നെ വയർ ഓൾമോസ്റ്റ് എനിക്ക് ഫിൽഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാതിരിക്കുന്നത്? അപ്പം ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടില്ല. ഒരപ്പവും എടുത്തു, കുറച്ച് ആ ചിക്കൻ കറിയും കുറച്ച് ആ ഫിഷ് കറിയും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം രണ്ടും കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയായിരിക്കുമെന്ന്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല സൂപ്പറായിട്ടുള്ള മീൻകറി. അതിൻ്റെ ആ മാങ്ങയൊക്കെ ഇട്ടത് കാരണം അതിൻ്റെ ആ ഒരു പുളിയും പിന്നെ തേങ്ങ അരച്ച കറിയാണല്ലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും അപ്പവും ഈ മീൻകറിയും ക്ലാസ് ഐറ്റം. ഇനി നമുക്ക് ആ കാന്താരി ചിക്കനും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇതും ശരിക്കും ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ. കുറച്ച് എരിവൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കൊള്ളാം. ഓവർ സ്പൈസി അല്ല. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. രണ്ടും സൂപ്പർ എന്ന് പറഞ്ഞാൽ കിഡു ഐറ്റം. ഇതൊരു 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും. പക്ഷേ എന്നാലും ഞാൻ എടുത്തു പറയുകയാണ്, ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ഭയങ്കര പ്ലീസിങ് ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഹോസ്പിറ്റാലിറ്റി ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും ഒരു ആ മോക്ടെയിൽ സ്ട്രോബെറി എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ തലശ്ശേരി മട്ടൺ ബിരിയാണി ആണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പിക്കിൾസും സാലഡും ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റീമിങ് ഹോട്ടായിട്ടുള്ള പീസാണ് മട്ടൺ പീസ്. കൊള്ളാം കേട്ടോ. ആ തനതായിട്ടുള്ള ആ ഒരു തലശ്ശേരി ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റൈസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഐസ് ടീയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഡെസേർട്ട്സിലോട്ട് മൂവ് ചെയ്യാം. ഒരു ലോഡ് ഡെസേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്ലേറ്റിലല്ല, 2 പ്ലേറ്റിലായിട്ടാണ് ഞങ്ങൾ ഡെസേർട്ട്സ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനല്ല കേട്ടോ, എനിക്കും ചിക്കയ്ക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ഐറ്റം കണ്ടു കഴിഞ്ഞാലും നമുക്കതെല്ലാം എടുത്ത് കഴിക്കാൻ തോന്നും. നമ്മൾ ഫുഡ് ഇത്രയും കഴിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഡെസേർട്ട്സ് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എപ്പോഴും ഹയാത്തിൽ വരുന്നുണ്ടെങ്കിൽ ഓർമ്മ വെച്ചേക്കുക, ഇവിടുത്തെ ആ ഒരു ഡെസേർട്ടിൻ്റെ ആ ഒരു കളക്ഷൻ വൈഡ് കളക്ഷനാണ്. അപ്പോൾ അതിനുള്ള സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട്. ഈ ഡെസേർട്ട് സെക്ഷനിലിരിക്കുന്ന ഓരോ ഐറ്റംസും ഉണ്ടല്ലോ, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. ഒരിക്കൽ പോലും എനിക്ക് ഒരു ഐറ്റം പോലും എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല. ഇതിന് മുന്നേയും ഞാൻ ഇവിടെ വന്ന് ബുഫേ കഴിച്ചിട്ടുണ്ട്. എപ്പോൾ വന്ന് കഴിച്ചു കഴിഞ്ഞാലും ഈ ഡെസേർട്ട് സെക്ഷനിലിരിക്കുന്ന ഏത് ഐറ്റം എടുത്ത് നമ്മൾ കഴിച്ചു നോക്കിയാലും അത് സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. അത് ശരിക്കും ഹയാത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഒരു ലൈം ടീ കുടിക്കാതെ എങ്ങനെയാണ് ഈ ബുഫേ അവസാനിപ്പിക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബുഫയാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം ആ ദഹനമൊക്കെ ഒന്ന് പ്രോപ്പറാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈം ടീയും കൂടെ കുടിക്കുകയാണ്. ഞങ്ങൾ 2 പേരും കൂടി ഇവരുടെ ഈ ഒരു പൂൾ സൈഡിലോട്ടാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. നോർമലി നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ നിറയെ ഗസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഈ പൂൾ സൈഡ് ഒന്നും കാണിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പൂൾ സൈഡ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും ഹയാത്തിൻ്റെ ആ ആക്ച്വലായിട്ടുള്ള ആ ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൂൾ സൈഡിൽ വന്ന് നിന്നിട്ട് നോക്കണം. ഭയങ്കര മെജസ്റ്റിക് ലുക്കാണ്. പിന്നെ എന്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു പൂളാണെന്നറിയോ.
ഇത് അവരുടെ ജിംനേഷ്യമാണ്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ, ഭയങ്കര രസമാണ്. ഏകദേശം 10-15 മിനിറ്റ് ഞങ്ങൾ ഈ പൂൾ സൈഡിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. ഹയാത്തിൻ്റെ ലഞ്ച് ബുഫേ കണ്ടല്ലോ, നല്ല ഹെവി ആയിട്ടുള്ളൊരു ലഞ്ചാണ്. വയറെല്ലാം ഫുള്ളി സ്റ്റഫ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പ്രെഡാണ് കേട്ടോ. നമുക്ക് ഹയാത്തിൽ കിട്ടുന്ന ആ ഒരു ബുഫേ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കും. ഞാൻ ഇവിടുത്തെ നൈറ്റ് ബുഫേ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അത്രയും ഐറ്റംസ് നൈറ്റ് ബുഫേയിൽ വരുന്ന അത്രയും ഐറ്റംസ് ലഞ്ച് ബുഫേയിൽ വരില്ല. പക്ഷേ എന്നാലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ സ്പ്രെഡ്, എല്ലാ ടൈപ്പ് സ്പ്രെഡും അവർ കേറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസാണ്. അപ്പോൾ ഇവിടുത്തെ ചീഫ് ഷെഫിനെയും അതുപോലത്തെ അസിസ്റ്റൻറ്റ് ഷെഫിനെയും എല്ലാം ഞാനൊന്ന് പരിചയപ്പെട്ടായിരുന്നു. അപ്പം അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോഴും അവരും പറഞ്ഞത് തന്നെയാണ്, അവർ എല്ലാ ടൈപ്പ് ആൾക്കാരെയും കേറ്റർ ചെയ്യുന്ന രീതിയിലാണ് എപ്പോഴും അവർ ആ ഒരു സ്പ്രെഡ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഇവർക്കൊരു ബ്രഞ്ച് ബുഫേ ഉണ്ട്. അത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, ഞാനത് ഉടനെ കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ഇവിടുത്തെ ഫുഡ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ നൈറ്റ് ബുഫേ അതെ, അതുപോലെ ഈ ലഞ്ച് ബുഫേ, ഇന്നിപ്പോൾ കഴിച്ച ലഞ്ച് ബുഫേ അതെ, നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.